ഇവിടെ രണ്ടച്ഛന്മാരുണ്ടായിരുന്നു. ഇവിടെ ആദ്യത്തെ അച്ഛനെ പുലിയൻപാറ എന്ന സ്ഥലത്തായിരുന്നു കൊണ്ടയാക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും സന്തോഷമായിട്ടാണ് പുലിയൻപാറ എന്ന സ്ഥലത്ത് പോയത്. അവിടെ ചെന്ന് അച്ഛനെ ആക്കി എല്ലാം ഓക്കെ ആയി കണ്ട് അടുത്ത അച്ഛനെ കൊണ്ടുവിടാൻ വേണ്ടി മൂവാറ്റുപുഴയ്ക്കായിരുന്നു പോകേണ്ടത്. അവിടുന്ന് ഇറങ്ങി വരുന്ന വഴിക്കാണ് അച്ഛന് ഒരു കുഴപ്പമില്ലായിരുന്നു, സന്തോഷവാനായിരുന്നു. ഇറങ്ങി വരുന്ന വഴിക്ക് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ എടുത്ത് നമ്മൾ ആശുപത്രി കൊണ്ടുപോവുകയായിരുന്നു. പിന്നെ ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് മരണം സംഭവിച്ചതെന്ന കാര്യം മനസ്സിലാക്കിയത്. ഹൃദയാഘാതമായിരുന്നു. കോയിക്കലച്ചന്റെ വിയോഗം വളരെ വിഷമത്തോടുകൂടിയാണ് നമ്മൾ ശ്രവിച്ചത്. വ്യക്തിപരമായി എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു വലിയ നഷ്ടമാണ്. അതിലെല്ലാം ഉപരി കട്ടക്കാല ഇടവകയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു സ്ഥാപക വികാരി എന്നുള്ള രീതിയിലും ഇടവക ജനത്തിനും എല്ലാം വളരെ ഒരു നഷ്ടമാണ്. നെടുങ്കണ്ടത്ത് കൊച്ചച്ഛനായിട്ടിരിക്കുമ്പോഴാണ് കട്ടക്കാല പള്ളി ഒരു പൂർണ്ണ ഇടവകയായിട്ട് പ്രഖ്യാപിക്കുന്നതും അതിൻ്റെ ആദ്യത്തെ വികാരിയായി ബഹുമാനപ്പെട്ട കോയിക്കലച്ചനെ നിയമിക്കുന്നതും. അച്ഛനാണ് കട്ടക്കാല ഇടവകയെ ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് ഉയർത്തിയതും വളർത്തിയതുമെല്ലാം. ഒരു വ്യക്തി എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഓരോ അച്ഛനെയും വേറെയൊന്നും കാണാതെ കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവരെ വരെ ഏറ്റവും സ്നേഹത്തോടെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ കരുതുന്ന ഒരു അച്ഛനായിരുന്നു. കട്ടക്കാലയിൽ നിന്ന് സ്ഥലം മാറിപ്പോയാലും ആ ഇടവകയിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകൾക്കും നേതൃത്വം കൊടുക്കുവാനായിട്ട് എല്ലാവരും പ്രത്യേകം ആദ്യം ക്ഷണിക്കുക കോയിക്കലച്ചനെയായിരുന്നു. അതുപോലെ മറ്റ് തുടർന്ന് പോയ ഇടവകകളിലെല്ലാം ഞങ്ങൾ പോവുകയും സന്ദർശിക്കുകയും ഒക്കെ ചെയ്ത് എന്നൊരു സഹോദര ബന്ധം അല്ലെങ്കിൽ ഒരു കുടുംബ ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരുന്നു. ഞാനിപ്പോഴും ഓർക്കുക, എൻ്റെ മോൻ്റെ കല്യാണം ഞാൻ വിളിച്ചപ്പോൾ ഞാൻ എവിടെയാണേലും വരുമോ അത് നടത്തി തരുമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ കാർമ്മികത്വത്തിൽ ആ വിവാഹം നടത്തിയതൊക്കെ ഞാൻ ഇന്നും ഏറ്റവും സന്തോഷത്തോടെയും അതുപോലെ ഈ മരണമടഞ്ഞ ഈ നിമിഷത്തിൽ ഏറ്റവും സങ്കടത്തോടെയും ഞാനത് ഓർക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയും വിളിച്ചു, വിസാറ എന്നാ ഉണ്ട്. അപ്പോൾ എപ്പോൾ കണ്ടാലും ഈ അധികത്വത്തിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ട് വിസാറ എന്ന് വിളിക്കും. വിസാറ എന്നാ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ എല്ലാ ആഴ്ചയും വിളിക്കും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും. ഈ കഴിഞ്ഞ ആഴ്ചയും വിളിച്ചു എന്നാണ്ട് വിശേഷങ്ങളൊക്കെ, പിള്ളേരൊക്കെ സുഖമായിരിക്കും, എല്ലാവരുടെയും കാര്യങ്ങൾ. അതുപോലെ എൻ്റെ അല്ല, ഇടവകയിലുള്ള അച്ഛനിരുന്ന ഓരോ ഇടവകയിലും ഉള്ളവരെയും ഓരോരുത്തരെയും പേരെടുത്ത് അറിയാവുന്ന ഒരു മഹനീയ വ്യക്തിത്വമായിരുന്നു അച്ഛൻ്റെ. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റത്തില്ല, കാരണം അതുപോലെ ഒരു സഹോദരന്റെ വേർപാട് പോലെ അനുഭവപ്പെടുന്ന ഞങ്ങൾക്കും കട്ടക്കാല ഇടവക സമൂഹത്തിനും അച്ഛൻ സേവനം ചെയ്തിരിക്കുന്ന എല്ലാ ഇടവകൾക്കും ആ ഒരു നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ മക്കളോടൊക്കെയുള്ള കാര്യം, ഓരോ കുടുംബത്തിലെ ഓരോ മക്കളെയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു. അതുപോലെ അതൊരു സേവന രംഗത്ത് ഇടവക സമൂഹത്തിലല്ല, ക്ലേശം അനുഭവിക്കുന്ന അല്ലെങ്കിൽ മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെല്ലാം ആശ്വസിപ്പിക്കുവാനും ഒരു കരുതലായിരുന്നു. ഒരു നമ്മൾ പറയുക, ഒരു തണൽമരം പോലെ ഇടുക്കി രൂപതയിൽ വിരാജിച്ചിരുന്ന അച്ഛൻ്റെ നഷ്ടം ഒരിക്കലും വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരത്തില്ല. ഞങ്ങള് അങ്ങനെ കരുതലോടെ ഞങ്ങളെ കൊണ്ട് നടന്നതാണ്. ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന് ഞങ്ങളുടെ ഒരു മകനെ, എൻ്റെ ഒരു മകനെ പോലെ തന്നെ ഞങ്ങൾ കണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നടന്നൊരു അച്ഛനാണ്. ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ഇതാണ്. അച്ഛൻ ഒരു വർഷക്കാലം ഇവിടെ വന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു വർഷക്കാലം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഏതാണ്ട് അച്ഛൻ്റെ ആയുസിൻ്റെ ഒരു നല്ല ശതമാനം ഇവിടെ ചെലവഴിച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഒരു വർഷം എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും ഒരു വൈദികൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പറയില്ല, ഒരു ന്യൂജൻ അച്ഛൻ എന്ന് പറഞ്ഞാൽ ആയിരുന്നു കോയിക്കലച്ചൻ. എല്ലാത്തരം ആളുകൾ, കുട്ടികളായിക്കോട്ടെ, പ്രായമായവരായിക്കോട്ടെ, കുഞ്ഞുങ്ങളായിക്കോട്ടെ, അങ്ങനെ എല്ലാ രീതിയിലും മേഖലകളെന്ന് പറഞ്ഞാൽ അച്ഛൻ കൈവയ്ക്കാത്ത മേഖലകളൊന്നുമില്ല. എല്ലാ കാര്യത്തിലും അച്ഛൻ വളരെ വൈദികനായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഞങ്ങളുടെ ഇടവകയിലെ ഒരംഗമായിരുന്നു, ഞങ്ങളുടെ ഇടവക പിതാവായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിൽ നോക്കുമ്പോൾ അച്ഛൻ വളരെ പെട്ടെന്ന് ഒരു മിന്നൽ പോയ പോലെ അച്ഛൻ അപ്രത്യക്ഷനായി. അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇന്നലെ നമ്മളൊക്കെ ഇത് കേട്ടപ്പോൾ തന്നെ ഒരു ഇടിമിന്നൽ വന്നിട്ട് പെട്ടെന്ന് എല്ലാം നശിപ്പിച്ചുകൊണ്ട് പോയ ഒരു അവസ്ഥയായിട്ട് ഞങ്ങൾക്ക് എല്ലാം ഹൃദയത്തിൽ കൂടെ ഒരു ഇടിവാള്. ആ രീതിയിൽ തന്നെയായിരുന്നു അച്ഛൻ്റെ ഒരു പ്രവർത്തനം ഇവിടെ ഉണ്ടായിരുന്ന മേഖലകൾ. ഒരു വർഷക്കാലം, ഒരു യുഗം പോലെ അച്ഛനെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. കോയിക്കലച്ചനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി നിറവുള്ള ഓർമ്മകളാണ്. ആദ്യമായിട്ട് അച്ഛനെ കാണുന്നത് മെഗാ മാർഗംകളിക്ക് പോകുമ്പോഴാണ്. അച്ഛൻ്റെ ഇടവകയിൽ നിന്നും 75ഓളം അമ്മമാരെ കൂട്ടി അച്ഛൻ വന്നത് വലിയൊരു അത്ഭുതമായിരുന്നു. അച്ഛൻ കൊച്ചു കുട്ടികളെയും മുതിർന്നവരെയും പ്രായമായവരെയും എല്ലാം ഒരുപോലെ കാണാനുള്ള കണ്ണ്. വചനം മാത്രമല്ല, ഭക്ഷണ കാര്യങ്ങളിലാണെങ്കിലും
അച്ഛൻ ഒത്തിരി തിടുക്കമുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ പള്ളി വരണമെന്നും എല്ലാ ദിവസവും പള്ളി വരുന്ന കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി കൊടുക്കുവാനും, അതുപോലെ തന്നെ 25 ദിവസവും 50 ദിവസവും ഒക്കെ പള്ളി വരുന്ന കുഞ്ഞുങ്ങളെ അച്ഛൻ ടൂറ് കൊണ്ടുപോവുകയും ആ കുഞ്ഞുങ്ങളുടെ കൂടെ ആകുമ്പോൾ കുഞ്ഞുങ്ങളിൽ ഒരാൾ, അമ്മമാരുടെ കൂടെ ആകുമ്പോൾ അമ്മമാരിൽ ഒരാൾ. നിങ്ങൾ സൺഡേ സ്കൂളിൽ ഞങ്ങൾക്ക് അച്ഛൻ സാമ്പാർ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എല്ലാം നിറവുള്ള ഓർമ്മകളാണ്. എൻ്റെ ഭർത്താവ് മരിച്ചു പോയതാണ്. ആദ്യമായിട്ട് അച്ഛൻ കാണുമ്പോൾ ഒരു പഴവും ഒരു ആപ്പിളവും തരുക, ആ പാവം ഒന്നും ഉണ്ടാക്കുകയില്ല എന്ന്. ഇതൊക്കെ ഹൃദയത്തിൽ തൊടുന്ന അനുഭവങ്ങളാണ്. എനിക്ക് മാത്രമല്ല, അച്ഛൻ്റെ മുന്നിൽ വരുന്ന എല്ലാവർക്കും അച്ഛൻ ഒരു പിതാവിനുപരി ഒരു അമ്മയായിട്ട്, ഒരു അപ്പമായിട്ട് അച്ഛൻ മാറുകയായിരുന്നു. ഒരിക്കലും അച്ഛൻ പോയിട്ടില്ല. എല്ലാവരുടെ ഇടയിൽ നിറവുള്ള ഒരു ഓർമ്മയായി. അച്ഛൻ ഒരിക്കലും മരിച്ചു പോയിട്ടില്ല. ഒരു വിശുദ്ധനായിട്ട് ഈശോയുടെ സന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട്. ഞങ്ങളുടെ മതബോധന രംഗത്താണെങ്കിൽ അച്ഛൻ അതീവ ശ്രദ്ധ ചെലുത്തുന്ന ഒരാളായിരുന്നു. അച്ഛൻ കുട്ടികളുടെ അടുത്ത തലമുറ എങ്ങനെ വളർത്തിയെടുക്കണമെന്ന് അച്ഛന് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു. അതനുസരിച്ച് കുട്ടികൾ തയ്യാറാക്കാനായിട്ട് ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ എപ്പോഴും നൽകുമായിരുന്നു. ടീച്ചർ ഞങ്ങളോട് എപ്പോഴും സ്നേഹത്തോടെയും ഞങ്ങളുടെ ബർത്ത്ഡേക്ക്, ഞങ്ങളുടെ ടീച്ചർമാരുടെ ബർത്ത്ഡേക്ക്, എല്ലാ ബർത്ത്ഡേക്കും എല്ലാവർക്കും ഗിഫ്റ്റ് മേടിച്ച് തരികയും എല്ലാവർക്കും തന്നു. ഞങ്ങൾ 13 പേർക്കും ഈ വർഷം കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്ക് ഗിഫ്റ്റ് മേടിച്ച് തരികയും കേക്ക് മുറിക്കുകയും വളരെ ആഘോഷത്തോടു കൂടി, വളരെ സോഷ്യലായിട്ട് എല്ലാവരോടും യാതൊരു പരിഭവവും കാണിക്കാതെ, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ, ഡ്യൂട്ടികൾ ചെയ്തില്ലെങ്കിൽ അച്ഛന് മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിലും അത് തുറന്നു പറയുകയും അപ്പം തന്നെ അത് തിരുത്തി ഞങ്ങളോട് സ്നേഹത്തോടു കൂടി ഞങ്ങളെ കരുതി ഒപ്പം കൊണ്ടുനടക്കുന്ന ഞങ്ങൾ പ്രിയപ്പെട്ട അച്ഛനായിരുന്നു. അച്ഛന് വേർപാട് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. ഈ ഇടവകയ്ക്കും രൂപതയ്ക്കും ഈ നാടിനും എല്ലാം വലിയ തീരാ നഷ്ടമാണ് അച്ഛൻ്റെ ഈ വേർപാട് കൊണ്ട് ഞങ്ങൾക്കുണ്ടായിരിക്കുന്നത്. ഞങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് എല്ലാ മേഖലകളിലും അച്ഛൻ നന്നായിട്ട് പ്രവർത്തിച്ച് ഞങ്ങളെ കൈപിടിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ എത്തിക്കാനായിട്ടുള്ള തത്രപ്പാടിലായിരുന്നു അച്ഛൻ ഈ 1 വർഷക്കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അച്ഛൻ്റെ വേർപാട് ഞങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല. 1 വർഷക്കാലമായിട്ട് ഇവിടെ വന്നുവെങ്കിലും ഏതാണ്ട് മുഴുവൻ ജനങ്ങളെയും ഒരേ രീതിയിൽ കാണുവാനും എല്ലാ രീതിയിലുള്ള ഇടവകക്കാരുടെയും കുട്ടികളുടെയും ഒക്കെ നാനാവിധമായ പുരോഗതിക്ക് വേണ്ടി അത്യന്തം പരിശ്രമിച്ച ഒരു പുരോഹിതനാണ്. ഏറ്റവും വ്യസനത്തോടെയാണ് ഞങ്ങൾ ഈ സ്ഥലത്തിൽ ഇവിടെ നിൽക്കുന്നത്. ഇടവകയുടെ കാര്യത്തിലാണേലും കൃഷിയുടെ കാര്യത്തിലാണെങ്കിലും ബാക്കി ഏതുള്ള കാര്യത്തിലും അടുക്കും ചിട്ടയോട് കൂടിയുള്ള ഒരു പ്രവർത്തനമായിരുന്നു അച്ഛൻ്റേത്. അച്ഛൻ്റെ ഈ അകാലത്തിലുള്ള ഈ വിയോഗം ഏറെ സങ്കടത്തോടെയാണ് ഞങ്ങളുടെ ഇടവക്കാരും നാട്ടുകാരും ഒക്കെ. ഇന്നലെ തന്നെയാണെങ്കിലും ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരുകയും അച്ഛനെ ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. ഈ നിമിഷത്തിൽ വളരെ സങ്കടത്തോടെ അല്ലാതെ ഞങ്ങൾക്ക് ഇവിടുത്തെ അച്ഛനെ അന്തിമയാത്രയാക്കാൻ സാധിക്കുകയില്ല. അച്ഛൻ്റെ ഈ സ്നേഹത്തിനും കുട്ടികളോടാണേലും മുതിർന്നവരാണേലും എല്ലാ വിധത്തിലുള്ള എല്ലാവിധ സഹകരണത്തിനും ഞങ്ങൾ വളരെയധികം നന്ദി അർപ്പിക്കുന്ന ഈ നിമിഷത്തിൽ അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി നിത്യശാന്തി നേരുകയും ചെയ്യുന്നു. ഞാൻ KCYM സജീവ പ്രവർത്തനമായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഇടവകയിൽ പ്രവർത്തനങ്ങളെല്ലാം കുറഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷെ അച്ഛൻ വന്നതിന് ശേഷം അതിൽ ഊർജ്ജസ്വലമായി എല്ലാ യുവജനങ്ങളെയും ഒരുമിപ്പിക്കുകയും കുട്ടികളുടെ ആണെങ്കിലും വിശ്വാസത്തിലും സജീവമായിട്ട് കുട്ടികളെല്ലാം വിശ്വാസ പരിശീലനം അവർക്ക് ഏറ്റവും ആഴപ്പെട്ട രീതിയിലും പുതിയ രീതിയിലും അച്ഛൻ പകർന്നു കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അച്ഛൻ്റെ മരണം ഉൾക്കൊള്ളാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. എന്നും പുഞ്ചിരിയോടെ മാത്രമേ അച്ഛനെ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴും അച്ഛൻ മരിച്ചു കിടക്കുമ്പോഴും ആ പുഞ്ചിരി മുഖത്ത് എല്ലാം ഇപ്പോഴും ഉണ്ട്. എപ്പോഴും കണ്ടാലും അച്ഛൻ ചിരിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങളോട് വർത്താനം പറഞ്ഞിട്ടുള്ളൂ. എന്തൊക്കെയാണെങ്കിലും അച്ഛൻ്റെ മരണം ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അച്ഛൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എപ്പോഴും ഞങ്ങളുടെ പുറകെയൊക്കെ നടക്കുമായിരുന്നു. നല്ല സപ്പോർട്ടായിരുന്നു. പഠിക്കുന്ന കാര്യത്തിലാണേലും അതിലൊക്കെ നല്ല കട്ട സപ്പോർട്ടായിരുന്നു. ടൂറിന് പോകാനും എല്ലാത്തിനും ഉണ്ടായിരുന്നു അച്ഛൻ. ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും അച്ഛൻ. ഞങ്ങളുടെ അച്ഛൻ ഭയങ്കര പാവമായിരുന്നു. എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് ഫുഡൊക്കെ വാങ്ങി തരുമായിരുന്നു. പിന്നെ എല്ലാ കാര്യത്തിനും ഞങ്ങളെ വിളിക്കും. പിന്നെ പള്ളി വന്ന എല്ലാ പിള്ളേരും ടൂറൊക്കെ കൊണ്ടുപോയി. ഭയങ്കര സ്നേഹമായിരുന്നു ഞങ്ങളോട്. അച്ഛനെ കുറിച്ച് നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. വന്ന അന്ന് മുതൽ ഞങ്ങൾക്ക് അച്ഛനായിട്ടല്ലായിരുന്നു ഞങ്ങളുടെ അടുത്ത് പ്രവേശിച്ചത്. ഞങ്ങളുടെ ഒരു കൂടപ്പറപ്പും ഞങ്ങളുടെ ഒരു ബന്ധു, എൻ്റെ സഹോദരനും എൻ്റെ മകനുമായിട്ടായിരുന്നു
ഞങ്ങൾ ഇത്രയും നാളും ഇടപെട്ടിരുന്നത്. ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ആദ്യം മുതൽ അച്ഛൻ്റെ എല്ലാ കാര്യത്തിനും അച്ഛൻ ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും ഓടി വരികയും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അച്ഛനുമായിട്ട് സഹകരിക്കുകയും അച്ഛൻ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ അച്ഛനായിട്ടായിരുന്നില്ല ഞങ്ങളോട് എല്ലാവരോടും ഒരുപോലെ സ്നേഹത്തിലും സന്തോഷത്തിലും ഞങ്ങളോട് ഇടപെടുകയും അത്രയ്ക്കും ഒരമ്മയുടെ സ്ഥാനം തന്ന് ഞങ്ങളെ കൊണ്ടു നടക്കുകയും ചെയ്ത ആളായിരുന്നു ഞങ്ങളുടെ അച്ഛൻ. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന് വേർന്ന് വെച്ച് പോകുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി ദുഃഖമുണ്ട്. എന്താ പറയുകയെന്ന് ഞങ്ങൾക്കറിയില്ല. അത്രയ്ക്ക് ഇതായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്.